എല്ലാവർക്കും നമസ്കാരം. ശ്രദ്ധയോടെ വേണം ജീവിക്കേണ്ടത്. ശ്രദ്ധക്കുറവുകൾ പലപ്പോഴും നമ്മളെ അബദ്ധത്തിലേക്കും ആപത്തിലേക്കും നയിക്കുന്നതാണ്. റാൽഫ് വാൾഡോ എമേഴ്സൺ കുറിക്കുന്നു, കോൺസെൻട്രേഷൻ ഈസ് ദ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഇൻ ഓൾ ഹ്യൂമൻ അഫയേഴ്സ്. എല്ലാ മേഖലയിലും ആ ശ്രദ്ധ ആവശ്യമാണ്. ഒരു നിമിഷത്തെ ശ്രദ്ധ പാളിപ്പോയാൽ അടുക്കളയിൽ പാചകം പാളും, പാചക വസ്തുക്കളൊക്കെ കരിഞ്ഞു പോകും. വണ്ടി ഓടിക്കുമ്പോൾ ഒരു നേരത്തെ അശ്രദ്ധ വലിയ ആപത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. പ്രലോഭനങ്ങളേറെ വരുമ്പോൾ ഒരു നേരത്തെ അശ്രദ്ധ നമ്മുടെ ജീവിതത്തെ വലിയ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ശ്രദ്ധയ്ക്കേറെ പ്രാധാന്യമുണ്ട്. ജെയിംസ് ക്ലിയറിന്റെ വാക്കുകൾ ഡിഫൈൻ ഫോക്കസ് ആസ് ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് ടു ഇഗ്നോർ. അജ്ഞതയിൽ ആശ്രയിച്ച് ഇരുട്ടിൽ കഴിയുക, അതോ അറിവ് നേടി ശ്രദ്ധയോടെ വെളിച്ചത്തിലൂടെ നമുക്ക് കടന്നു പോകാം. പൗലോ കൊയ്ലോയുടെ വാക്കുകൾ emphasize keeping eyes open and knowing the exact goal to hit the target. ഇന്ദ്രിയങ്ങളുടെ തുറവി, മനസ്സിന്റെ ജാഗ്രത, ഇത് രണ്ടും നമ്മളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. ഒന്നിനെയും അലസമായി കൈകാര്യം ചെയ്യരുത്. പോൾ ജെ മേയർ എഴുതുന്നു, പ്രൊഡക്ടിവിറ്റി ഈസ് നെവർ ആൻ ആക്ടിവിറ്റി, ഇറ്റ് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് എ കമ്മിറ്റ്മെന്റ് ടു എക്സലൻസ്, ഇന്റലിജന്റ് പ്ലാനിങ് ആൻഡ് ഫോക്കസ്ഡ് എഫേർട്ട്. അലസമായും അലക്ഷ്യമായും ജീവിക്കുന്ന ഒരുവന് കൂടുതൽ ഫലം ഇച്ഛിക്കാൻ കഴിയില്ല. ശ്രദ്ധയോടെയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിന് ഒരു റിസൾട്ട് ഉണ്ടാക്കും. ചെറുതും വലുതുമായ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ പ്രാധാന്യത്തോടെയും ശ്രദ്ധയോടെയും ഒന്ന് ചെയ്തു നോക്കിക്കേ. ശ്രദ്ധയോടെയുള്ള ചുവടുകൾ നമുക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. വിശുദ്ധ വേദപുസ്തകം ജീവിതത്തിൻ്റെ സൂക്ഷ്മത നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഉപവാസം കഴിഞ്ഞു വരുന്ന ക്രിസ്തു പിശാചിന്റെ പ്രലോഭനത്തെ എത്ര ശ്രദ്ധയോടെയാണ് നേരിടുന്നത്. തൻ്റെ മുൻപിലിരിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ വിശപ്പിനെ എത്ര ശ്രദ്ധയോടെയാണ് ക്രിസ്തു അഭിമുഖീകരിക്കുന്നത്. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ശ്രദ്ധയാണ്. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 13-ാം വാക്യം, പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, അവിടുന്ന് തന്ന ജീവിതത്തിനായിട്ട് സ്തോത്രം. ഇന്നയോളം കരുതി പരിപാലിച്ചു, ചേർത്ത് പിടിച്ചു. ജീവിത വഴികളിൽ ശ്രദ്ധയോടെ മുന്നേറുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതത്തിൻ്റെ മനോഹാരിതകളെ തകർക്കും. പ്രലോഭനങ്ങളിലേക്ക് ഞങ്ങൾ കോപ്പുകുത്തി വീഴുവാനിട വരും. യേശുവേ, അവിടുന്ന് ജ്ഞാനമായി, വെളിച്ചമായി, കരുണയായി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കണമേ. ഇരുളടഞ്ഞ വഴികളിൽ ഹൃദയത്തിൽ വെളിച്ചം പേറി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.